ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞല്ലോ. ഇന്നലെ ചായ വന്നപ്പോഴേ ഭയങ്കര വിശന്നിട്ടല്ല വന്നേ. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പാവം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ലീവ് എടുത്ത് ഇച്ചാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാന്ന്. ഇച്ചാൻ ഇഷ്ടമുള്ള മുരിങ്ങയും പരിപ്പിട്ട് വെച്ചതും പിന്നെ മീനവിയലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇല്ല, എന്റെ ഇച്ചാൻ ഈയിടെയായിട്ട് ആരോഗ്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ടാ ഇച്ചാൻ ഞാൻ പോയി കുടിച്ചിട്ടോ. ഞാനിപ്പോ എല്ലാം റെഡിയാക്കി വെക്കാം. അല്ല, ഇച്ചാന് പപ്പടം വലുത് വേണം ചെറുത് വേണം? പപ്പടം പൊടിച്ചെന്നാലും കഴിച്ചോണം. പുറത്ത് പോയപ്പോഴേ പെട്ടിയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, തുണി സാധനങ്ങൾ. പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ദുഫായിക്ക് കൊണ്ടുവന്നാലേ കണ്ടോ ഞാനൊക്കെയാണോ ഈ ഷൂ ഇവിടെ ഇടുന്നേ? ഇതാണ് ചാന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല കേട്ടോ. എനിക്ക് അതല്ല പേടി. അവിടെ എങ്ങാനും ചെന്ന് ഫുഡൊക്കെ എങ്ങനെയായിരിക്കും ആലോചിച്ചിട്ട് എനിക്ക് ഒരു ടെൻഷൻ വേണ്ട. അവിടെ നിനക്ക് കമ്പനി ഫുഡ് ഉണ്ടാവും. അതിന് അത്യാവശ്യം കുക്ക് ചെയ്യാൻ അറിയാലോ. ഞാൻ ഭക്ഷണം ചെയ്തോളാം. അല്ല, എന്നാലും ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ വേണ്ട, അത് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, എന്നാലും വേണ്ട. 6 months later. അതെ, രാവിലെ എന്നിട്ട് എനിക്കൊരു ബെഡ് കോഫി വേണമെന്ന് എനിക്കറിയില്ല. ഇല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെയുള്ള നിയമം ഉണ്ടോ? അങ്ങനെയൊന്നുമല്ലല്ലോ എന്റെ പൊന്നുമോൾ ഇന്ത്യ പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഇന്ത്യയിൽ വെച്ച്, ഇത് സ്ഥലം മാറി ദുബായ്. അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? അല്ല, ഞാൻ പതിയിരിക്കുമായിരുന്നു. ഈ ചായ വേണമെങ്കിലേ ചായയോ കാപ്പിയോ ബിരിയാണിയോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കുടിക്കാം. എനിക്ക് ദുബായ് മൊത്തത്തിലൊന്ന് കാണണം, സുഖമായിട്ടൊന്ന് സുഖിക്കണം.